പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു ഞായറാഴ്ച വീട്ടുകാരെല്ലാവരും കൂടെ ഇരുന്ന് കർത്താവിൻ്റെ വചനം ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിട്ടുന്നൊരു ചിന്ത, എനിക്ക് വേണ്ടി ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ തിരുഹൃദയത്തിൻ്റെ ചിന്തയാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു സ്നേഹമായിരിക്കും പരസ്പരം നിറയാൻ പോണേന്ന്. ഇന്നതാണ് നമുക്ക് ഭാഗ്യമായിട്ട് ഈ ഞായറാഴ്ച കർത്താവ് തന്നിരിക്കുന്ന വചനം അങ്ങനെയൊരു വചനമാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. വലിയ ആശ്വാസത്തിൻ്റെ വചനങ്ങളാണ്. കാരണം ഐ ആം കൺസേൺഡ് ഓഫ് യു, കർത്താവ് പറയുന്ന കാര്യം. 145-ാമത്തെ സങ്കീർത്തനം 18-ാമത്തെ തിരുവചനം. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടുകൂടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടുകൂടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്. അതായത് എൻ്റെ ഹൃദയം അവൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ മറ്റാരേക്കാളും കർത്താവ് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്നുവെന്ന്, ആശ്വസിപ്പിക്കുന്നുവെന്ന്, ബലപ്പെടുത്തുന്നുവെന്ന്. സംശയമുണ്ടെങ്കിൽ അന്ത്യത്താഴമേശയിലേക്ക് പോവാം. മറ്റെല്ലാവരും ഇങ്ങനെ ആകുലപ്പെട്ടും അസ്വസ്ഥതയോടുകൂടെയും അത് ഞാനാണോ എന്നുള്ള ചോദ്യം ചോദിച്ച് കർത്താവ് പറഞ്ഞ വാക്കുകളെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുമ്പോൾ തൻ്റെ നെഞ്ചിങ്ങനെ കർത്താവിൻ്റെ നെഞ്ചോട് ചേർത്തിരിക്കുന്നൊരു ശിഷ്യനെ നമ്മൾ കാണും. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടുകൂടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അങ്ങനെ കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്ന ഒരു മനുഷ്യൻ്റെ ബലം നമ്മൾ ഇനി കാണും. ഇനിയുള്ള വഴികളിലൊക്കെ കർത്താവിനോട് കൂടെ മറ്റു ശിഷ്യന്മാരെല്ലാവരും ഓടിയൊളിക്കുമ്പോൾ ഈ ശിഷ്യനൊപ്പം നിൽക്കുന്നുണ്ടല്ലോ. കുരിശിന് കീഴെ അവൻ്റെ മരണം കണ്ടുകൊണ്ട്, അവൻ്റെ അവസാന മൊഴികൾ കേട്ടുകൊണ്ട് യോഹന്നാൻ എന്ന് പറയുന്ന ആ ശിഷ്യൻ ഇങ്ങനെ കൂട്ടു നിൽക്കുന്നുണ്ട്. കർത്താവേ, നിന്റെ കുരിശിൻ്റെ വഴികളിൽ നിന്ന് അകന്നു മാറാതിരിക്കാനും നിന്റെ കുരിശോട് ചേർന്ന് നിന്നെ സ്നേഹിക്കാനും ഞങ്ങൾക്കൊറ്റ വഴിയേ ഉള്ളൂ, നിന്റെ ഹൃദയത്തോട് അതിൻ്റെ തുടിപ്പുകൾ അറിഞ്ഞുകൊണ്ട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് മാത്രം. എനിക്ക് വേണ്ടി പദ്ധതിയൊരുക്കി കാത്തിരിക്കുന്ന കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുത്ത് വാ, ഞാൻ വിനീത ഹൃദയനാണ്, ശാന്തശീലനാണ്, ഞാൻ തരാം നിങ്ങൾക്ക് ആശ്വാസം, ഞാൻ തരാം നിങ്ങൾക്ക് ബലം. കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയെ നോക്കുന്ന അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണും. എല്ലാ മനുഷ്യരെയും വെറുതെ കാണുക മാത്രമല്ല, നിയമാവർത്തനം 4:7 നമ്മൾ വായിക്കും, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്. നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്കൊപ്പമുള്ളതുപോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ് ഉള്ളത്? വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ തൊട്ടടുത്തൊരു ദൈവം. സോളമൻ രാജാവിൻ്റെ മുൻപിൽ വന്നു നിന്നുകൊണ്ട് കർത്താവ് ആ പുതിയ ദേവാലയത്തിൻ്റെ മനോഹാരിതയെ നോക്കി അവിടുത്തെ മഹത്വത്തിന് വേണ്ടി ഇത് പണിതുയർത്താൻ പറ്റിയല്ലോ എന്നുള്ള കൃതജ്ഞതയോടുകൂടി നിൽക്കുന്ന സോളമനോട് കർത്താവ് പറയും, ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും സദാ ജാഗരൂകമായിരിക്കും. എൻ്റെ ഹൃദയപൂർവകമായ കടാക്ഷം എപ്പോഴും ഈ ആലയത്തിന്മേലുണ്ടായിരിക്കും. ഒരാലയത്തിൽ നിന്ന്, ഒരു ദേവാലയത്തിൽ നിന്ന്, ഒരിടത്ത് നിന്ന് നിലവിളി ഉയരുമ്പോൾ, പ്രാർത്ഥനകൾ ഉയരുമ്പോൾ, ആകുലതകൾ ഉയരുമ്പോൾ അതിന് നേരെ എൻ്റെ കണ്ണും കാതും സദാ ജാഗരൂകമാകാൻ മാത്രം ഹൃദയം തുടിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കർത്താവ്. എന്നിട്ട് വെറുതെ നോക്കിക്കൊണ്ടിരിക്കുക മാത്രമല്ല, എൻ്റെ ഹൃദയപൂർവകമായ കടാക്ഷം എപ്പോഴും ഈ ആലയത്തിന്മേൽ, ഈ പ്രാർത്ഥനകൾക്ക് മേൽ, ഈ ആകുലതകൾക്ക് മേൽ, ഈ നിലവിളികൾക്ക് മേൽ, ഈ പ്രാർത്ഥനകൾക്ക് മേൽ ഉണ്ടായിരിക്കും. എൻ്റെ ഹൃദയപൂർവകമായ കടാക്ഷം, അതായത് അതിനൊരു പരിഹാരം ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന്. കർത്താവെ, എനിക്ക് വേണ്ടി തുടിക്കുന്ന ഹൃദയത്തിൻ്റെ സ്നേഹത്തിലേക്ക് എന്നെ ചേർത്ത് വെച്ച് ആശ്വാസമടയാൻ വേണ്ട കൃപ തരണമെന്ന് വീട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞു കൊടുക്കണമെന്നേ. കർത്താവ് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്ന്, അവിടത്തേക്ക് നമ്മെക്കുറിച്ച് വിചാരമുണ്ടെന്ന്, എന്നെ ചേർത്ത് പിടിക്കുന്ന, എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവായിരിക്കുന്ന, എൻ്റെ ഓരോ തലമുടിയുടെ നാര് പോലും എണ്ണിത്തിട്ടപ്പെടുത്താനും മാത്രം എന്നെ കരുതുന്ന കർത്താവിൻ്റെ വാക്കുകളാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായിട്ടുള്ള നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വാ, ഞാൻ ആശ്വസിപ്പിക്കാം. ഈ കഴിഞ്ഞ 6 ദിവസങ്ങളിലും ഇങ്ങനെ അലച്ചിലുകളും അധ്വാനവുമായി തളർന്നിരിക്കുന്ന മനുഷ്യരിങ്ങനെ ഒരുമിച്ചിരുന്നൊന്ന് കേൾക്കണം. ഇത് എന്നിട്ട് പറയണം പരസ്പരം, ഈശോ നോക്കിക്കോളൂ കേട്ടോ, തമ്പുരാൻ കാണുന്നുണ്ട് കേട്ടോ, ഈശോ നിങ്ങളുടെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് കേട്ടോ, അവിടെ നിന്ന് നിങ്ങളുടെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് കേട്ടോ.
ആശ്വാസം കിട്ടൂലേ? ഉറപ്പായിട്ടും. പറയാത്തതുകൊണ്ടാണ്, ഈശോയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടാണ്, കർത്താവിനെ കുറിച്ച് ഇങ്ങനെ എനിക്ക് വേണ്ടി തുടിക്കുന്ന ഹൃദയമുള്ള ദൈവഹൃദയത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടാണ് തളർച്ച വരുന്നത്. തമ്പുരാനെ, അങ്ങയുടെ ഈ കരുതലിലേക്കും വലിയ സ്നേഹത്തിലേക്കും ഞങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ജീവിക്കാൻ, ആശ്വാസമടയാൻ, ബലപ്പെട്ടവരായി മാറാൻ സഹായം നൽകണേ എന്ന അപേക്ഷയോടുകൂടെ മുട്ടിന്മേൽ നിന്ന് എനിക്ക് വേണ്ടി തുടിക്കുന്ന ഹൃദയത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഞാൻ നിങ്ങളെ വിശ്രമത്തിലേക്ക് നയിക്കാമെന്നുള്ള അങ്ങയുടെ വാഗ്ദാനം ഞങ്ങൾ ഓർക്കുന്നു. അലച്ചിലുകളും ആകുലതകളും അധ്വാനത്തിൻ്റെ ഭാരവുമായി നടക്കുന്ന ഞങ്ങളുടെ ജീവിതത്തെ അങ്ങേ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തിലേക്ക്, അങ്ങേ കരുത്താർന്ന കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സ്വസ്ഥരാകാൻ ആശീർവാദം തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ കാക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യ